ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ചില തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ രാവിലെ അജാസിന് ഡ്യൂട്ടിക്ക് പോകേണ്ടുന്ന ദിവസമാണെങ്കിൽ രാവിലെ ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ ചോറൊക്കെ അങ്ങ് ആക്കും. പിള്ളേർക്ക് പോകേണ്ടുന്ന ദിവസമാണ്, അജാന് ലീവ് ആണെങ്കിൽ ഞാനൊരു 5 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കത്തുള്ളൂ. ഇന്ന് പിള്ളേർക്ക് മാത്രം പോകേണ്ട ദിവസം ആയതുകൊണ്ട് 5 മണിക്ക് എഴുന്നേറ്റ് രാവിലെ അടുപ്പൊക്കെ കത്തിച്ച് കലത്തിൽ വെള്ളം വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് അരി അങ്ങിടും. രാവിലെ അടുപ്പ് കത്താൻ ഭയങ്കര പാടാണ്, മഴയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ അതിനുശേഷം ഞാൻ അടുക്കളയിൽ വന്ന് രാവിലെ ജനലൊക്കെ തുറന്നിടും. രാവിലെ നല്ലൊരു തണുത്ത കാറ്റൊക്കെ അടുക്കളയിലോട്ട് കയറുമ്പോൾ ഒരു നല്ല സൂപ്പർ ഒരു എനർജിയൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ രാവിലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് അതിനുശേഷം ഞാൻ രാവിലെ കടുപ്പത്തിലൊരു ചായ അങ്ങിടും. കാരണം രാവിലെ ഒരു ചായ കുടിക്കുമ്പോഴത്തേക്ക് ഒരു എനർജി കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ രാവിലെ വെജിറ്റബിൾ കറിക്കുള്ള കിഴങ്ങും സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ചായ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനതൊന്ന് ഊറ്റി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം രാവിലെ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ മലക്കറി എല്ലാം ഒന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് എഴുന്നേറ്റ് വന്ന് പിന്നെ ഞാൻ ചായയൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ ഞാനും ചായ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസ് കഴുകി തലേന്ന് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി കുക്കറിലേക്ക് ഇട്ട് ഒരിച്ചിരി കിഴങ്ങും അരിഞ്ഞൊരു ക്യാരറ്റും ഒരു സവാളയും ഒരു 2 പച്ചമുളകും എല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് കുക്കറിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കുന്നു. ഒരു 3-4 വിസിലടിക്കുമ്പോഴത്തേക്ക് അതെല്ലാം വെന്ത് കിട്ടും. അപ്പോൾ അതിനായിട്ട് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് ഞാൻ കുക്കർ അടച്ച് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നൊരു ചെടിയുടെ അടിയിലത്തെ തണ്ട് എന്തോ ഒന്ന് കേടുവന്ന പോലെ തോന്നി, അതൊന്നും ഞാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചോറിനായിട്ട് വെണ്ടയ്ക്ക അങ്ങ് മെഴുക്ക് വരട്ടാന്ന് കരുതി. അങ്ങനെ വെണ്ടയ്ക്കയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മെഴുക്ക് വരട്ടാനായിട്ട് ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞു കൊടുക്കുന്നത്. അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെണ്ടയ്ക്ക അങ്ങ് ഇട്ട് അങ്ങനെ ഗ്രീൻ പീസ് കറി വെന്തതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിന് കടുക് വറക്കാനായിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാളയും ഇഞ്ചിയും കൂടെ ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് അടുപ്പിൽ തന്നെ മീനൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി മല്ലിപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് പച്ചമണം മാറി വഴന്ന് വന്നപ്പോഴത്തേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ തേങ്ങാപ്പാലായിട്ട് എടുക്കുന്നില്ല, തേങ്ങ അരച്ചങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തേങ്ങ അരച്ച് ഗ്രീൻ പീസ് കറിക്കകത്തോട്ട് അങ്ങ് ഒഴിച്ച് കറി അങ്ങ് സെറ്റാക്കി. പിന്നെ ചോറിനായിട്ട് ഞാൻ ഇച്ചിരി ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട്. ഇച്ചിരി ഇഞ്ചിയും കറിവേപ്പിലയും പുളിയും മുളകുപൊടിയൊക്കെ ആയിട്ട് ഇച്ചിരി ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ തലേന്ന് ഞാൻ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ പൊങ്ങി മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്ത് വർത്താനം പറഞ്ഞ പിള്ളേരവിടെ വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയെന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മാവെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പാലപ്പം ചുട്ടെടുക്കുക എന്നാണ് കരുതിയത്. അങ്ങനെ പാലപ്പ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മാവ് ഞാൻ കോരി ഒഴിച്ചൊന്ന് വട്ടത്തിലൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. ചൂടായിട്ട് വേണം മാവ് ഒഴിക്കാൻ, എന്തെങ്കിലും നല്ല സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇളയാൾ വന്ന് ഓരോരോ കാര്യങ്ങൾ പറയാം. അവന് ഇച്ചിരി മാവൊന്ന് കോരി ഒഴിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറങ്ങ് വെന്ത. അപ്പം ഞാൻ അതൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ചോറ് കിട്ടി സെറ്റാക്കുന്നുണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത് ചോറ് കിട്ടുന്നതിനകത്ത് വെജിറ്റബിൾസ് ഒന്നും വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നെ അയാൾക്ക് ഞാൻ കറി എടുത്തു കൊടുക്കണ്ട, തന്നെ എടുത്തോളാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം കറിയൊക്കെ എടുത്ത് അങ്ങ് പോയി. പിന്നെ അതിനുശേഷം ഞാൻ വൈകുന്നേരം അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് സ്നാക്സ് ആയിട്ട് നാവലങ്ങ് വിളയിക്കാമെന്ന് കരുതി. അങ്ങനെ ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ തേങ്ങയിട്ട് അതൊന്ന് വെള്ളം പറ്റിയതിന് ശേഷം ഒരു ഇച്ചിരി ഏലക്കായ ഇടുന്നുണ്ട്. പിന്നെ ഞാനത് ഇച്ചിരി എള്ള് നല്ലപോലെ ചേർത്ത് കൊടുക്കും. കാരണം ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ എള്ള് കഴിക്കത്തുള്ളൂ, അല്ലാതെ നമ്മൾ എള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിള്ളേർ കഴിക്കാൻ വലിയ പാടായതുകൊണ്ട് ഈ അവലിനകത്തൊക്കെ ഇച്ചിരി എള്ള് ഞാൻ തോനെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് വലിയ ഇഷ്ടം, അതും കഴിച്ചോളും. പിന്നെ ഞാനൊരു ഇച്ചിരി നെയ്യൂടെ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് അവല്. നമ്മൾ ഇച്ചിരി നെയ്യൊക്കെ ഇട്ടൊന്ന് എടുക്കാമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൂടൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഇച്ചിരി നല്ലതുപോലെ ഇച്ചിരി നെയ്യ് അങ്ങ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇനി വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അപ്പം ട്യൂഷനുള്ള പിള്ളേരൊക്കെ വൈകിട്ട് 4 മണിയാകുമ്പോഴത്തേക്ക് വരും. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ സ്കൂളിൽ നിന്നും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികൾ. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.